ലോകത്തെ വിറപ്പിച്ച പാബ്ലോ എസ്കോബാർ മരണത്തിലും വിജയിച്ച ഈ ഗ്യാങ്സ്റ്ററിനെ നിങ്ങൾക്ക് അറിയുമോ? വെളുത്തു തടിച്ച് പൊടിമീശയും കയ്യിൽ റിവോൾവറുമായി കൊളംബിയയിലെ ഒരു സായം സന്ധ്യയിൽ ഒരു യുവാവ് കാർ ഓടിച്ച് എത്തുന്നു. കാറിൽ നിന്ന് ഇറങ്ങിയതും പാബ്ലോ എന്ന് ഉറക്കെ വിളിച്ച് ചുറ്റുപാടും ഓടുന്ന ഒരു കൂട്ടം ആളുകൾ. പിന്നാലെ എതിരാളികളായ 5 പേരെ പാബ്ലോയുടെ ബുള്ളറ്റുകൾ നിലത്ത് വീഴ്ത്തുന്നു. അവിടെ നിന്നായിരുന്നു നൊട്ടോറിയസ് കൊളംബിയൻ ഡ്രഗ് ലോർഡ് പാബ്ലോ എസ്കോബാറിന്റെ തുടക്കം. പാബ്ലോ എസ്കോബാർ, ദ ഡ്രെഡഡ് കൊളംബിയൻ കൊക്കെയിൻ ട്രാഫിക്കർ. അദ്ദേഹമായിരുന്നു ഇന്നും അന്നും ലോകത്തെ നമ്പർ 1 ഗാങ്സ്റ്റർ. ലോസ് ഒലിവോസിലെ കൊട്ടാരത്തിൽ ഉറങ്ങുമ്പോഴും തന്റെ ഖ്യാതി ലോകം മുഴുവൻ എത്തിയെന്ന ഭയം പാബ്ലോ എസ്കോബാറിനെ വേട്ടയാടിയിരുന്നു. വേൾഡ് റിച്ചസ്റ്റ് ഗാങ്സ്റ്റർ എവർ എന്ന ഖ്യാതിയും ഇപ്പോഴും പാബ്ലോ എസ്കോബാറിന് തന്നെ. നാർക്കോ ടെററിസ്റ്റ് എന്ന പേരിലായിരുന്നു പാബ്ലോ എസ്കോബാർ അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. വിവിധ യൂറോപ്യൻ രാജ്യങ്ങളുമായി കൊക്കെയിൻ വ്യാപാര ബന്ധം പുലർത്താനായത് പാബ്ലോ എസ്കോബാറിനെ അതിസമ്പന്നതയുടെ ലോകത്ത് എത്തിച്ചു. 1991 മുതൽ ഹൗസ് അറസ്റ്റിലായ ഡ്രഗ് മാസ്റ്റർ മൈൻ പാബ്ലോ പിൽക്കാലത്ത് കൊക്കെയിൻ കടത്തിൽ ശ്രദ്ധ പുലർത്തിയിരുന്നില്ല. ലോകത്ത് 14 രാജ്യങ്ങളിലായി ഈ കൊളംബിയൻ ഡോണിന് അംഗരക്ഷകനും സന്നാഹങ്ങളും ഉണ്ടായിരുന്നു. അത്രവണ്ണം കൊക്കെയിൻ ഇൻഡസ്ട്രിയെ വിപുലപ്പെടുത്താൻ എസ്കോബാറിനായി. ഈ കാലയളവിൽ 50-ൽ പരം ഗ്യാങ് വാറുകൾക്ക് പാബ്ലോ എസ്കോബാർ ഇരയായി. ഇതിനെയൊക്കെ തണുപ്പിച്ച ബിയറും ബീഫ് സ്റ്റിക്കും പിന്നെ ചുരുട്ടുമായി ഒരു പരിഹാസ ചിരിയുമായാണ് പാബ്ലോ എസ്കോബാർ സധൈര്യം നേരിട്ടത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ 80% കൊക്കെയിൻ ട്രേഡും കൺട്രോൾ ചെയ്തിരുന്നത് പാബ്ലോ എസ്കോബാർ തന്നെയായിരുന്നു. ഒടുവിൽ കൊളംബിയൻ പോലീസിന്റെ വെടിയേറ്റ് അതിദാരുണമായി കൊല്ലപ്പെടുമ്പോഴും ഞാൻ ഭീരുവായല്ല മടങ്ങിപ്പോകുന്നത്, നിങ്ങൾ ഇനിയും എന്നെ പിന്തുടരും എന്നായിരുന്നു പാബ്ലോയുടെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.